സയ്യിദുൽ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്രയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന വളരെ ബഹുമതരായ പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, അധികം വൈകാതെ ഇവിടെ ഈ മഹത്തായ സമൂഹത്തിന്റെ ഉദ്ദേശം സാർത്ഥകമാക്കും വിധം സയ്യിദുലമയും സംഘവും എത്തിച്ചേരും ഇൻഷാ അല്ലാഹ്. അതിന്റെ പ്രാരംഭം എന്നാണ് ഈ സന്ദേശയാത്രയുടെ പ്രധാനപ്പെട്ട പ്രമേയം. അതിന്റെ ഔട്ട്ലൈൻ മാത്രം വിശദീകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദക്ഷിണേന്ത്യൻ ഇസ്ലാമിന്റെ ഭാഗമാണ് നമ്മളെല്ലാം. ഒരു പരിധിയോളം കേരളീയ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ ചരിത്രപരമായി അത്ര കൃത്യമാവണമെന്നില്ല. കേരളം, ആധുനിക കേരളം രൂപപ്പെടുന്നതിന് മുമ്പ് ദക്ഷിണേന്ത്യയുടെ ഭാഗമായ നമ്മൾ ഈ നിലക്കൊള്ളുന്ന ഈ തിരുവിതാംകൂർ തമിഴ് പ്രദേശം, അവിടെ നിന്നാണ് മലബാറിലേക്ക് പോലുമുള്ള ഇസ്ലാമിന്റെ വൈജ്ഞാനികമായ കൈമാറ്റ ശൃംഖലയൊക്കെ ആരംഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ദക്ഷിണേന്ത്യയിൽ ഇസ്ലാമിന്റെ സ്പർശമുണ്ടായിരുന്നു. ഷറഫ് ബിൻ മാലിക്കും, മാലിക് ബിൻ ദീനാറും, മാലിക് ബിൻ ഹബീബും, കമലയും ഒക്കെ സംഘം കൊടുങ്ങല്ലൂരിൽ വന്നത് മുതൽ തുടങ്ങുന്ന ചരിത്രം ആ കാലഘട്ടത്തിൽ മാത്രമല്ല, പിന്നീട് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം വരെ നമ്മുടെ പ്രദേശങ്ങളിലുള്ള ഇസ്ലാമിക ആചരണ വ്യവഹാരങ്ങൾക്ക്, മത പഠന പ്രബോധന പ്രചരണ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് എന്നല്ല, ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയിരുന്നത് ഉലമാക്കളായിരുന്നു. ധാരാളം ചരിത്രമുണ്ട് ഇവിടെ. അവിടെ കൊടുങ്ങല്ലൂരിൽ മാത്രമല്ല, കൊല്ലത്ത്, വടുക്കലിൽ, മംഗലാപുരത്ത്, കാസർഗോഡ്, ശ്രീകണ്ഠാപുരത്ത്, ധർമ്മടത്ത്, പന്തലായനിയിൽ, ചാലിയത്തൊക്കെ പള്ളിയുണ്ടായി. അതിനുശേഷം നോക്കൂ, നാം കൂടുതൽ സംസാരിച്ച് തുടങ്ങുന്നത്